നെറ്റിനരയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ. കണ്ട നമ്മുടെ നെറ്റ് ഭാഗത്തുള്ള ഈ മുടികളൊക്കെ നല്ല നരച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അർപ്പിക്കാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ ഈ ഒരു പൊടിയിൽ ഈ ഒരു സൂത്രം കൂടി ചേർത്തിട്ട് നോക്കുവാണെങ്കിൽ ഒന്ന് തേച്ച് നോക്കും, നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി അങ്ങനെ മാത്രം ചെയ്താൽ മതി. ചെയ്യുമ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ്. കണ്ടില്ലേ, എൻ്റെ നാത്തൂൻ്റെ തലമുടിയിൽ ഇതുപോലെ നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒരുപാട് നരയായിരുന്നു കേട്ടോ. ഒറ്റ യൂസിൽ തന്നെ അടിപൊളി റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതുപോലെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് ടിപ്പ്, നമ്മൾ ചിക്കനൊക്കെ പൊരിക്കുന്ന എണ്ണയിലേക്ക് എണ്ണ നല്ല ചൂടായിട്ട് വരുമ്പം ഈ ചിക്കനാണ് ഇപ്പോൾ ഇവിടെ പൊരിക്കാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആ എണ്ണയിലേക്ക് നമുക്ക് വെളുത്തുള്ളി അല്ലികളായിട്ടൊന്ന് ചതച്ചിട്ട് വേണം ഇടാം, അല്ലെങ്കിൽ ചുമ്മാ ഇങ്ങനത്തെ നമുക്ക് അല്ലികളായിട്ട് ഇടാം. അതിനുശേഷം അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ പെരുംജീരകം കൂടി ഇട്ടതിന് ശേഷം നല്ല മൂത്ത് കഴിയുമ്പോൾ ഈ വെളുത്തുള്ളിയും നമ്മുടെ പെരുംജീരകം കൂടെ ഒന്ന് മൂത്ത് കഴിയുമ്പോൾ വേണം നമ്മൾ ഇറച്ചി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്നത് ഇട്ട് ഒന്ന് പൊരിച്ചെടുക്കുകയാണെങ്കിൽ ഒരു സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിക്ക് അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ. അപ്പോൾ പെരുംജീരകത്തിന് നമ്മൾ മസാലകളെല്ലാം ചേർത്ത് വെച്ച ചിക്കൻ ആണെങ്കിലും അതിൽ സെപ്പറേറ്റ് ആയിട്ട് നമ്മളിങ്ങനെ പെരുംജീരകവും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. നമുക്ക് ഒരുപാട് തുണികൾ അലക്കാൻ കാണും, അത് കളറുള്ള തുണികൾ, വെള്ള തുണികൾ ഒക്കെ അലക്കാൻ കാണും. അപ്പോൾ അതിൻ്റെ കോളറിലും അതുപോലെ ആ ബനിയൻ, പിന്നെ ഒരു ബനിയനാണെങ്കിൽ ഭയങ്കര ചെളിയായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നെങ്കിൽ ഡിഷ് വാഷ് ലിക്വിഡ് എടുക്കുക, പാത്രം കഴുകുന്ന ലിക്വിഡ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കുളിക്കുന്ന നല്ല മണമുള്ള സോപ്പ് ഉണ്ടല്ലോ അതുകൊണ്ട് നിങ്ങളൊന്ന് തുണി അലക്കി നോക്കൂ. അടിപൊളിയായിട്ട് തുണിയിൽ ആ വെള്ള തുണിയിലാണെങ്കിൽ നല്ല കറയും ചെളിയും എല്ലാം പോവുകയും അതുപോലെ തന്നെ കോളർ ഭാഗത്ത് കണ്ടില്ലേ ഇവിടെ എല്ലാം നല്ല ചെളിയായിരുന്നു. നമുക്ക് ഒരുപാടിട്ട് ഉരക്കി ഒന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തതിന് കല്ലിലൊന്ന് കുത്തിപ്പിന്നെ എടുത്താൽ മതി. ഇപ്പം ഞാൻ ഈ കല്ലിൽ ഇളക്കിയിട്ട് ആറ്റി തന്നെയാണ് അത് കഴുകി എടുക്കുന്നത്. അപ്പം കല്ലുണ്ടെങ്കിൽ കല്ലിൽ ഇങ്ങനെ ചെയ്തെടുക്കും. ഫ്ലാറ്റുകളിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് നമുക്ക് വാഷിംഗ് മെഷീനിലൊക്കെ ആണെങ്കിൽ സോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് അലക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. എന്നിട്ട് നല്ല ശേഷം നല്ലപോലെ ഒന്ന് വിടർത്തിയിട്ട് അതൊന്ന് കഴുകി എടുത്തോ, നമ്മൾ പിടിഞ്ഞെടുത്ത് പിടിച്ച് നോക്കുക. എത്ര കറ പിടിച്ചാണെങ്കിലും എണ്ണമയം പറ്റിയതാണെങ്കിലും ഒക്കെ പോയി കിട്ടും, നല്ല പളവളാന്ന് വെട്ടിത്തിളങ്ങി നമ്മുടെ തുണികൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പം ഞാൻ ഇവിടെ വാഷ് ബേസിൻ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് അല്ലേ. കുട്ടികളൊക്കെ കയറി വൃത്തികേടാക്കിയിരുന്ന വാഷ് ബേസിൻ എന്നും കഴുകിയാലേ അത് നല്ലപോലെ തിളങ്ങി കിടക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ സോപ്പോ ഇതൊന്നുമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള കോൾഗേറ്റിൻ്റെ പേസ്റ്റ് കൊണ്ട് നമ്മളിത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. അടിപൊളി റിസൾട്ടാണ്. അതിന് ഇന്ന വെള്ള കളറിലെ കോൾഗേറ്റ് വേണമെന്നൊന്നുമില്ല, പേസ്റ്റ് വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇതാണേലും മതി. ഏത് കളറുള്ളതാണെങ്കിലും നമുക്ക് ഇതെടുക്കാം. ആദ്യം കുറച്ച് ആ കറ പറ്റിയിരിക്കുന്നിടത്തെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുക. അതുപോലെ പൈപ്പ് സെറ്റിങ്, സ്റ്റീലിലെ പൈപ്പിൻ്റെ സെറ്റിംഗ് ഒക്കെ ആണെങ്കിൽ അവിടെ എല്ലാം തേച്ച് കൊടുക്കുക. അപ്പോൾ അതിലൊക്കെ ഈ വെള്ളം ഉപയോഗിക്കുമ്പോഴത്തേക്കും ഒരുമാതിരി വെള്ളപ്പാട് പോലെ ഉപ്പുകറ പോലെയൊക്കെ കിടക്കും. ഇതൊക്കെ പോകാൻ വളരെ നല്ലതാണ്. എന്നിട്ട് സ്ക്രബ്ബർ കൊണ്ട് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്തിട്ട് നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുന്നു, കണ്ടു നോക്കും. നല്ല അടിപൊളിയായിട്ട് വെട്ടിത്തിളങ്ങി കിട്ടും. നല്ല സൂപ്പറായിട്ട് കറയും അഴുക്കും ആ മഞ്ഞക്കറിയും ആ ബാഡ് സ്മെല്ലും ഒക്കെ പോയി നല്ലൊരു മണം, നല്ലൊരു സുഗന്ധമായിരിക്കും. ഈ കോൾഗേറ്റിൻ്റെ പേസ്റ്റിൻ്റെ ഒരു നല്ലൊരു മണമാണല്ലോ, ആ ഒരു മണവുമായിരിക്കും. നല്ല കറകളെല്ലാം പോയി നമ്മുടെ വാഷ് ബേസിനും സിങ്കും അതുപോലെ തന്നെ ക്ലോസറ്റും ഒക്കെ നമുക്ക് ഇതുകൊണ്ട് കഴുകുവാണ്. അടിപൊളി റിസൾട്ടാണ്. അതെല്ലാവർക്കും അറിയാനായിരിക്കും. അപ്പോൾ ഇങ്ങനെ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലും ഞാൻ എടുത്ത വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ തന്നെ നമ്മുടെ വാഷ് ബേസ് നല്ല സൂപ്പറായിട്ട് തിളങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പൈപ്പ് സെറ്റിംഗ് ഒക്കെ നല്ല തിളക്കം കണ്ണാടി പോലെ തിളങ്ങി കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല, സോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഹെന്ന പൗഡറാണ് കേട്ടോ. അപ്പം നമ്മൾ തലമുടി നരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഹെന്ന ഇടുന്നതാണ് അല്ലേ. അപ്പം നമ്മൾ ഹെന്ന ഇടുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മൾ ഇതിനായിട്ട് സ്പെഷ്യലായിട്ട് കാപ്പി വെള്ളം, തേയില വെള്ളം ഒന്നും ചൂടാക്കേണ്ട കാര്യമില്ല, തിളപ്പിക്കേണ്ട കാര്യമില്ല. എങ്ങനെയൊക്കെ നമ്മൾ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു ചുമപ്പ് മാത്രമേ നമ്മുടെ മുടിയിലേക്ക് കിട്ടത്തുള്ളൂ. അതിനായിട്ട് നമുക്ക് ഈ വെള്ളം ഒന്നും നമുക്ക് എടുക്കേണ്ട കാര്യമില്ല. അതായത് നമ്മൾ തേയില വെള്ളം കാപ്പി വെള്ളം ഒന്നും എടുക്കാതെ നമുക്ക് സാധാ ചെറു ചൂടുവെള്ളത്തിൽ നിങ്ങൾ ചെയ്ത് വെക്കുവാണെങ്കിൽ ആ ഒരു റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനൊന്നൊരു പ്രാവശ്യം ചെയ്ത് നോക്കൂ. ഇപ്പോൾ എൻ്റെ നാത്തൂൻ്റെ മുടിയെല്ലാം നരച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഒരു ഫംഗ്ഷന് പോകണമെങ്കിൽ നമുക്ക് തലേന്ന് ഇത് നമുക്ക് ചെയ്യാമെന്നാണ് കേട്ടോ. ഭയങ്കരമായിട്ട് ചുമക്കത്തില്ല കേട്ടോ, ഭയങ്കരമായിട്ട് ചെമ്പിച്ച ഒരു കളർ പോലെ വന്നിട്ട് പക്ഷേങ്കിൽ അത് ഡാർക്ക് ഒരു ഷെയ്ഡ്, ഇതിൻ്റെ ഷെയ്ഡിലേക്കും കൂടെ വരുന്നുണ്ട്.
ഉണ്ട്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ആദ്യമേ ആ നരച്ച മുടിയിലേക്ക് ആവശ്യമുള്ള ഹെന്ന പൗഡറാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഏത് ബ്രാൻഡ് നിങ്ങൾക്ക് ഏതാണോ നല്ലത് അത് നോക്കി എടുക്കാം. ഈ ഒരു ഇതിലേക്ക് പിന്നെ പെട്ടെന്ന് അല്പം കട്ടയ്ക്ക് ചുമക്കാത്ത ഒരു മൈലാഞ്ചി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇതെടുത്ത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതുമാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, നെറ്റിയുടെ സൈഡിലത്തെ നരയാണ് ഫുള്ള് കണ്ട. ഇത് ഫുള്ള് ഇവിടെ മാത്രം നരച്ചത്, ഉള്ളിലോട്ടൊന്നും വലിയ നരയൊന്നുമില്ല. ഫ്രണ്ടിലാണ് ഈ മുടിയുടെ നെറ്റിയുടെ ഭാഗത്തുള്ള മുടികളാണ് നരച്ചിരിക്കുന്നത്. ചെറിയ ചെറിയ ഹെയർ വരെ നരച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ എണ്ണമയം ഇല്ലാത്ത മുടിയിലേക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം നമ്മുടെ ഇതുകൂടി അലോവേര ജെല്ലും കൂടെ നിങ്ങൾ ഇട്ട് കൊടുക്കണം. സ്കിപ്പായിപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കണേ. എന്ന് വെച്ചാൽ മുടിയെ ഒരുമാതിരി ഡ്രൈ ആയിട്ട് ഉണങ്ങി പോകാതിരിക്കാനായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെന്ന പൗഡറിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ അലോവേര ജെല്ലും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആ നരച്ച മുടി എവിടെയാണോ ഉള്ളത്, മുടി മുഴുവൻ നരച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇപ്പം നെറ്റിയുടെ ഇവിടെ മാത്രമേ നരച്ചിട്ട് അവിടെ മാത്രമാണ് ഞാൻ ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഫുള്ള് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. ഹെന്ന നമുക്ക് നല്ലതാണ് മുടിക്കിടുന്നത്. പക്ഷേ നിങ്ങൾ മാസത്തിൽ 1 മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. എന്നും ഹെന്ന ഇടരുത്. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഉണങ്ങി വരണം. നല്ലപോലെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഉണങ്ങി വരണം. പിന്നെ ഈ കുറച്ച് മുടിയുടെ മണ്ടയിലെല്ലാം നല്ല തൂത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മുറുക്കി കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം ഞാനിപ്പോൾ ഇത് ഞാൻ തലയിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്ന 1 മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് അത് കഴുകി കളഞ്ഞത്. അപ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടി. കാര്യം വലിയ ചുമപ്പില്ലാത്ത രീതിയിൽ ഒരു ഇരുണ്ട കളർ പോലെയാണ് എനിക്കത് തോന്നിയത്. അപ്പോൾ ഞാൻ റിസൾട്ട് ഇത് വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ നല്ലൊരു ഇതാണ് ഈ മൈലാഞ്ചി ഹെന്ന ഇടുമ്പോൾ നിങ്ങൾ ചെറു ചൂടുവെള്ളത്തിൽ അതുപോലെ തന്നെ അതിലേക്ക് അലോവേര ജെല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ മുടിക്ക് നല്ലതാണ്. മുടി നല്ലൊരു ഇരുണ്ട ഷെയ്ഡിലേക്ക് വരാനും സഹായിക്കുന്നതാണ്. പിന്നെ ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നീലമരിപ്പൊടിയോ ഇൻഡിഗോ പൗഡർ തലയിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലപോലെ മുടി കറക്കും കേട്ടോ. ഇങ്ങനെ ചെയ്തതിന് ശേഷം കണ്ടില്ലേ, ആ മുടിക്കൊരു ഇരുണ്ട ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല ചുമന്നിട്ടുമില്ല, അവിടെ ഭയങ്കരമായിട്ട് ചുമന്ന് പോയിട്ടുമില്ല, ഒരു ഇരുണ്ട ഷെയ്ഡ് വന്നിട്ടുണ്ട് മുടിയിൽ കണ്ട. അതിനുശേഷമാണ് ഞാൻ ഇൻഡിഗോ പൗഡർ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് ഇത് തന്നെ മതി എന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് ഇരിക്കെ നല്ലപോലെ ഒരു ഇരുണ്ട ഷെയ്ഡിലേക്ക് വരുന്നുണ്ട്. നമ്മൾ ഈ അലോവേര ജെല്ലും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ആ വെള്ള കളറിലെ മുടിയൊക്കെ നല്ലൊരു ഇരുണ്ട ഷെയ്ഡിലേക്ക് വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ അന്ന് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ നീലമരിപ്പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പിറ്റേ ദിവസമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഹെന്ന ഉപയോഗിക്കുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. നല്ല റിസൾട്ട് ആയിരിക്കും. ഇനി ഒരു കുസൃതി ചോദ്യം ചോദിക്കാമേ. നിങ്ങൾ എത്ര കഴിയാലും നനയാത്തത് എന്ത്? അറിയുന്നവർ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.